എന്നിട്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബജീവിതത്തെ ഓരോരുത്തർ വിചാരണ നടത്തുന്നത് എല്ലാവർക്കും സമ്മതം കൊടുത്തു, ആരും പോയില്ല. അതിൻ്റെ അർത്ഥം എന്താ? അവരൊക്കെ പൂർണ്ണ തൃപ്തരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു കുടുംബനാഥൻ എന്ന നിലക്ക് അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലെ ഭാര്യമാർ അവരെ ജീവിത വിഭവങ്ങളൊക്കെ കുറച്ചുകൂടി പുരോഗമിക്കണം എന്ന് ആവശ്യപ്പെട്ടപ്പം നബിതങ്ങൾ ഒരിക്കലും ഇങ്ങനത്തെ ഒരു ചിന്ത ഭാര്യമാരിൽ നിന്നും കുടുംബത്തിൽ നിന്നും ആഗ്രഹിക്കണില്ല. എല്ലാവരും ആഖിറത്തിന് വേണ്ടി ജീവിക്കുന്നവരാകണം എന്നാണ്. ദുനിയാവിൻ്റെ സുഖം മോഹിക്കരുത്. നബിതങ്ങളെ സങ്കടം അറിഞ്ഞപ്പം അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ആയത്തിറക്കി, ഓ നബിയെ, അവിടുത്തെ ഭാര്യമാരെ മുഴുവനും വിളിച്ച് അവരോടങ്ങ് പറഞ്ഞേക്കുക, നിങ്ങൾ ആഗ്രഹിക്കും വിധം ഐഹിക വിഭവങ്ങൾ തന്ന് നിങ്ങൾക്ക് ഞാൻ സന്തോഷം തരാം. പക്ഷേ നമുക്ക് നല്ല നിലക്ക് അങ്ങോട്ട് പിരിയാം. എന്താ നിങ്ങൾക്ക് വേണ്ടത്? ജീവിത സുഖം, അതൊക്കെ തരാം, നമ്മൾക്ക് പിരിയാം. ഇനി അതല്ല, നിങ്ങൾക്ക് അള്ളാഹുവിനെയും റസൂലിനെയും അവരുടെ ജീവിത റൂട്ടുമാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ എൻ്റെ കൂടെ ജീവിക്കാം. പിരിഞ്ഞു പോകുന്നവർക്ക് പിരിഞ്ഞു പോകാം. വെറുതെ പോയല്ല, വെറും കൈയോടല്ല, നല്ല സുഖജീവിതത്തിനുള്ള വിഭവങ്ങളൊക്കെ തരാം. അള്ളാഹു പറഞ്ഞു നബിയോട്. നബിതങ്ങൾ ഭാര്യമാരെ വിളിച്ചു, ഓരോരുത്തരെ സ്വകാര്യമായിട്ട് വിളിച്ചു, എല്ലാവരോടും വിവരം പറഞ്ഞു. കൂട്ടത്തിൽ പ്രായം കുറഞ്ഞ ആൾ എന്ന നിലക്ക് ആയിഷ ബീവിയോട് ഒരു കാര്യം കൂടെ പറഞ്ഞു. ആയിഷ, ഈ തീരുമാനം എടുക്കുമ്പോൾ ഒറ്റക്ക് തീരുമാനിക്കണ്ട, ഉമ്മനോടും വാപ്പനോടും ഒക്കെ ഒന്ന് ആലോചിച്ച് തീരുമാനിച്ചാലും മതിയാർ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കൊടുത്ത മറുപടി എന്താണ്? നബിയെ, അവിടത്തെ കൂടെ നിൽക്കണോ അവിടുന്നുമായി പിരിഞ്ഞു പോകണോ എന്ന വിഷയത്തിൽ മൂന്നാമത്തൊരാളോട് എനിക്ക് ആലോചിക്കേണ്ടതില്ല. ഞാൻ അവിടത്തെ കൂടെ തന്നെ ജീവിക്കുന്നതാണ് ഇഷ്ടപ്പെടുന്നത്. ഒരൊറ്റ ഭാര്യ ഒഴിഞ്ഞു പോയില്ല. എന്നിട്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബജീവിതത്തെ ഓരോരുത്തർ വിചാരണ നടത്തുന്നത് എല്ലാവർക്കും സമ്മതം കൊടുത്തു, ആരും പോയില്ല. അതിൻ്റെ അർത്ഥം എന്താ? അവരൊക്കെ പൂർണ്ണ തൃപ്തരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു കുടുംബനാഥൻ എന്ന നിലക്ക് അങ്ങനെയാണ്. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മുത്തുനബി ഉറങ്ങുന്ന റൂമിലേക്ക് കയറി. കുപ്പായം ധരിച്ചിട്ടില്ലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത്. അവിടുത്തെ കട്ടിലിൽ കിടക്കുകയാണ്. ഉമർ ഖത്താബ് തങ്ങൾ കയറി വന്നപ്പോൾ നബി തങ്ങൾ എഴുന്നേറ്റിരുന്നു. ചുവന്നു തുടുത്ത ആ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ എന്താണ് ഉമർ ഖത്താബ് തങ്ങൾ കണ്ടത്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങാൻ കിടന്ന പായയുടെ ഒരു ഫോട്ടോ കോപ്പി നബി തങ്ങളെ പുറത്തിങ്ങനെ പതിഞ്ഞു കിടക്കുകയാണ്. ആരാണ്? മദീനയുടെ രാജകുമാരൻ, വലിയ ഭരണാധികാരി. ആ ഭരണാധികാരി ഉറങ്ങുന്ന ബെഡിൻ്റെ മൂർച്ചയേറിയ പാടുകൾ നബിതങ്ങളെ ശരീരത്തിൽ ഇങ്ങനെ അടയാളപ്പെട്ടത് കണ്ടപ്പം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ദാക കിസ്റാ വ കൈസർ. അവിടെ അതാ റോമിലെ ഭരണാധികാരികൾ, പേർഷ്യൻ ചക്രവർത്തിമാർ, അവരൊക്കെ വിശ്രമിക്കുന്നത് തൊട്ടിലിലാണ്. അവരെ താരാട്ടുപാടാൻ തോഴിമാരുണ്ട്. എല്ലാ സൗകര്യങ്ങളും അവിടുത്തെ അവരൊക്കെ ആസ്വദിക്കുന്നു. വഅന്ത റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് അള്ളാൻ്റെ ദൂതരല്ലേ നബിയെ, അതൊക്കെ ഉപയോഗിക്കാൻ അർഹൻ അവിടുന്നല്ലേ. അവിടത്തേക്കൊരു നല്ല ബെഡ് ഞങ്ങൾ വാങ്ങിത്തന്നാൽ അങ്ങ് സ്വീകരിക്കുമോ നബിയെ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരൻ്റെ ചോദ്യമാണ്. അതിന് പറഞ്ഞ മറുപടി എന്താണ്? ഉമറേ, അവരൊക്കെ ഈ ദുനിയാവിൻ്റെ ആളുകളാണ്, ഞാൻ അങ്ങനെയല്ല. ഞാൻ ഈ ദുനിയാവിനെ കാണുന്നത് ഒരു ലക്ഷ്യത്തിലേക്ക് യാത്ര പോകുന്ന ഒരു യാത്രക്കാരനെ പോലെയാണ്. എനിക്ക് സ്വർഗമാകുന്ന വീട് ലക്ഷ്യമുണ്ട്, അള്ളാഹുവിൻ്റെ പൊരുത്തം നേടുക എന്നത് ലക്ഷ്യമുണ്ട്. അതിനുവേണ്ടി യാത്ര ചെയ്യുമ്പോൾ ഒരു യാത്രക്കാരൻ വിശ്രമിക്കാൻ ഒരു മരത്തണലിലിരുന്നാൽ അവിടുത്തെ സൗകര്യം കൂട്ടാനും മോടി കൂട്ടാനും അതിന് ആ യാത്രികൻ ശ്രദ്ധിക്കോ? ഇല്ലല്ലോ. അതുപോലെ ഞാൻ പരലോകത്തേക്ക് പോകുന്ന ഒരാളാണ്. അതിൻ്റെ ഒരു വഴിയോരം മാത്രമാണ്. ഇവിടെ ഇങ്ങനെ
മോടി കൂട്ടി സൗകര്യം കൂട്ടുക എന്നത് എൻ്റെ ലക്ഷ്യമല്ല. നമുക്ക് ഇതിനേക്കാൾ വലുത് അള്ളാഹു സ്വർഗത്തിൽ ഒരുക്കി വച്ചിട്ടുണ്ട്. ലഭ്യമാകുന്ന അവസരങ്ങളൊക്കെ കുടുംബത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവിടുന്ന് ഉപയോഗിക്കും. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഒരിക്കൽ പറയാൻ, വിവാഹം കഴിഞ്ഞ സമയമാണ്, നബിതങ്ങൾക്കൊരു ശീലമുണ്ട്, യാത്ര പോകുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഭാര്യനെ കൂടെ കൊണ്ടുപോകും. എല്ലാവരെയും കൊണ്ടുപോകേണ്ട യാത്ര ആണെങ്കിൽ എല്ലാവരും കൊണ്ടുപോകും. ഹജ്ജത്തുൽ വിദാ, അതുപോലെ മക്കം ഫത്ഹ്, ഇതിനൊക്കെ പോരുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാവരെയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഇടയ്ക്കുള്ള ചെറുകിട യാത്രയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഭാര്യനെ കൊണ്ടുപോകും. അത് ഇഷ്ടമുള്ള ഒരാളെ വിളിക്കണതിന് പകരം എല്ലാവരെയും പേരിൽ നറുക്കിടും, നറുക്ക് കിട്ടണ പോലെയാണ് കൊണ്ടുപോകുക. ആയിഷ ബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, കല്യാണം കഴിഞ്ഞ് ഉടനെ ഇങ്ങനെ ഒരു നറുക്ക് എനിക്ക് കിട്ടി. സന്തോഷകരമായൊരു യാത്ര. ധാരാളം സ്വഹാബികളൊക്കെ ഉണ്ട്. പലതും പറഞ്ഞ് പല വിവരങ്ങളും പഠിപ്പിച്ചു തന്ന് യാത്ര ഇങ്ങനെ തുടരുന്നതിൻ്റെ ഇടയിൽ സ്വഹാബികളൊക്കെ ബഹുദൂരം മുന്നിലെത്തി, ഞങ്ങൾ വളരെ പിന്നിലായി. അപ്പം മുത്തുനബി തങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, ആയിഷ നീ വലിയ ഓട്ടക്കാരിയാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ട് നമ്മളൊന്ന് ഓടി നോക്കല്ലേ, ഏതായാലും ഓലയിരുത്ത് എത്തണമല്ലോ. ആ അവസരത്തെ നബിതങ്ങളതാ ഭാര്യയുമായുള്ള ഒരു സല്ലാപത്തിന് വേണ്ടി, ഒരു സന്തോഷം പങ്കിടാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും ഓടുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മെലിഞ്ഞ് ഒരു പെൺകുട്ടിയാണെന്ന് ഓടി നബിതങ്ങളെക്കാൾ ഒരു ചവിട്ട് മുന്നിൽ ലക്ഷ്യത്തിലെത്തി. നബിതങ്ങൾ അഭിനന്ദിച്ചു. യാത്ര കഴിഞ്ഞ് കുടുംബത്തിലെത്തിയപ്പം ആ തമാശ എല്ലാവരോടും പങ്കുവെച്ചു. എല്ലാവർക്കും അതൊരു നല്ല സന്തോഷമുള്ള വാർത്തയായി. കാലങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി. ഇതേ സംഭവത്തിൻ്റെ തനിയാവർത്തനം, നറുക്ക് വീണു. യാത്ര തുടർന്നു. സ്വഹാബത്ത് ഏറെ മുന്നിലെത്തി. അപ്പോഴാണ് നബിതങ്ങൾ ഓർമ്മിപ്പിക്കുന്നു, ആയിഷ പണ്ട് നമ്മളൊരോട്ട മത്സരം നടത്തിയത് ഓർമ്മയില്ലേ, ഇപ്പം അതിൻ്റെ സമയമായിട്ടുണ്ട്, ഓടല്ലേ എന്ന് വെച്ചു. ആയിഷ പറഞ്ഞു, ഞാനില്ല. എന്തേ? ഞാൻ പണ്ടത്തെ ആയിഷ അല്ല, ഇത് തടിച്ച ആയിഷ, പണ്ട് മെലിഞ്ഞ ആയിഷ. ഈ തടിച്ച ആയിഷ ഓടിയാൽ എവിടെ എത്തൂല എന്ന് പറഞ്ഞു. നബിതങ്ങൾ പറഞ്ഞു, അത് പറ്റൂല, നമ്മളെ തോൽപ്പിച്ച് ഇനി ഓട്ടത്തിനില്ല എന്ന് പറയാം, ഓടുന്ന് പറഞ്ഞു. അങ്ങനെ ഓടുകയാണ്. ഈ ഓട്ടത്തിൽ അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നിലെത്തുന്നു. ആയിഷ ബീവിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് അന്ന് എന്നെ തോൽപ്പിച്ചതിന് പകരമാണ്. സഹോദരങ്ങളെ, ഭാര്യാഭർത്താക്കന്മാരെ പെരുമാറ്റം എങ്ങനെ ഉണ്ടാണ്ട്? ഇത് കല്യാണത്തിന് മുമ്പ് ഭയങ്കര ലോകിയാണ് അല്ലേ, എല്ലാം വിളിക്കലും പറയലും സല്ലപിക്കലോ. കല്യാണം കഴിഞ്ഞാലോ പിന്നെ കീരിയും പാമ്പും പോലെയാണ്, ഏറ്റുമുട്ടുക, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാ. അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകകൾ ഇങ്ങനെയാണ്. ഭാര്യമാർക്ക് സന്തോഷം നൽകുന്ന പെരുമാറ്റം അവിടുന്ന് പെരുമാറും. അതിലേറെ നല്ല വർത്തമാനങ്ങൾ പറയും. ഒരു പരിധിവരെ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു പോകാനുള്ള ഏറ്റവും നല്ല മരുന്നെന്താ? നല്ല വാക്കുകൾ പറയാന്നുള്ളതാണ്. ഭാര്യമാർക്ക് സന്തോഷമുണ്ടാക്കുന്ന വർത്തമാനങ്ങൾ പറയുന്നവരാവണം SYSകാർ. അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ആയിഷ ബീവിയോട് പറയാണ്, മാ ഉബാലിൽ മൗത മുൻദു അലിംതു അന്നകി സൗജതി ഫിൽ ജന്നാ. ആയിഷ, നാളെ സ്വർഗത്തിലും നീ എൻ്റെ ഭാര്യയായിരിക്കുമെന്ന വിവരം കിട്ടിയത് മുതൽ പിന്നെ മരിക്കണത് എനിക്കൊരു പ്രശ്നമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതൊക്കെ ഒരു ഭാര്യ കേട്ടാൽ കോരിത്തരിക്കൂലേ? ആ ഭർത്താവിനോട് തിരിച്ചെത്ര സ്നേഹം ഉണ്ടാവും? നമ്മളാരെങ്കിലും ഭാര്യമാർക്ക് അങ്ങനെ ഒരു സന്തോഷ വാർത്ത പറയലുണ്ടോ? അവർ സന്തോഷിക്കുന്ന എന്തെങ്കിലും വർത്തമാനം പറയാൻ തയ്യാറാവോ? ഇല്ല. ഇനിയിപ്പോൾ ഒരു ഭക്ഷണം ഉണ്ടാക്കി തന്നാൽ പോലും അത് നന്നായിണെങ്കിൽ നന്നായി എന്ന് പറയാൻ നമ്മൾ തയ്യാറല്ല. കാരണം എന്താ? ഓള് പൊന്തിപ്പോകുന്ന പറയും. ഓളങ്ങനെ വലുതാൻ പറ്റില്ല. ഓക്കൊരു അഭിനന്ദനം കിട്ടലും ഒരു സന്തോഷം കിട്ടലും ഒക്കെ നമുക്കൊരു പ്രയാസമാണത്. എങ്ങനെയാണ് ഭാര്യമാരെ സന്തോഷിപ്പിക്കുന്ന വർത്തമാനം പറയാം? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശീലാണ്. ഭാര്യമാരോട് അവിടുന്ന് കാണിച്ചിരുന്ന സ്നേഹാധിക്യം നമുക്ക് അളക്കാൻ പറ്റൂല. ബീവി ഖദീജ റളിയല്ലാഹു അൻഹ നബിതങ്ങളുമായി 15 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. നമ്മൾ ആലോചിക്കണം. എന്നിട്ടും മരിക്കുമ്പോൾ 65 വയസ്സുണ്ട് ആ ബീവിക്ക്.
65 വയസ്സുള്ള ഒരു പെണ്ണുങ്ങൾ മരിച്ചു പോയിട്ടും ആ മനസ്സിന്ന് ഇത് പോണില്ല. എപ്പോഴും ആ ബീവിയുടെ മദ്ഹ് ഇങ്ങനെ പറയും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മുത്തുനബി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഒരുങ്ങുമ്പം പലപ്പോഴും ഓർക്കും, എൻ്റെ ഖദീജ ഉണ്ടായിരുന്നെങ്കിൽ. ആ ഓർമ്മ അധികം വരൽ പുരേന്ന് ഇറങ്ങാൻ നോക്കുമ്പോഴാണ്. അതെന്താ നിങ്ങൾ, ഖദീജ ബീവിക്കൊരു പ്രത്യേക ഗുണമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വീട് വിട്ട് എങ്ങോട്ട് പോകുകയാണെങ്കിലും ഭയങ്കര കെയറിങ്ങാണ്. അവിടുന്ന് ചോദിക്കും, എങ്ങോട്ടാ പോകുന്നത്, എന്തിനാ പോകുന്നത്, എപ്പോഴാ വരിക, ഭക്ഷണം ഇവിടെ ഉണ്ടാക്കണോ, എല്ലാ ഡീറ്റെയിൽസും എടുക്കും. ഇതൊരു നല്ല ഭാര്യൻ്റെ ലക്ഷണമാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നബിതങ്ങൾക്ക് ഓർമ്മ വരും. അത് പല ഭാര്യമാരുടെയും ഒക്കെ അവസ്ഥ എന്തായിരിക്കും, ഭർത്താക്കന്മാർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഞാൻ വരട്ടോ പറഞ്ഞാൽ ഞങ്ങൾ പോയിക്കോളി അറിയും. എങ്ങോട്ടാന്ന് ചോദിക്കൂല, എപ്പോഴാണ് വരിക എന്ന് ചോദിക്കൂല, ഭക്ഷണം ഉണ്ടാക്കണോ, ഇതൊന്നും പ്ലാനിങ് ഒന്നും ഉണ്ടാവില്ല. പോകാൻ പോയിക്കോളിയ. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മഹല്ല് കമ്മിറ്റിയുടെ നേതാക്കളും ഭാരവാഹികളൊക്കെ പാടെ പുരയിൽ വന്ന് ആചാര്യയുടെ പോയി നോക്കും. അപ്പോൾ ഭാര്യ പറയും, എപ്പോൾ ഇവിടെ ഉണ്ടായിനി, എടുക്കാൻ പോയെന്ന് അറിയില്ല. ഇതൊരു ഭാര്യൻ്റെ സ്വഭാവമാണ്ടിയല്ലല്ലോ. ഭാര്യയ്ക്ക് എന്ത് പറയാൻ കഴിയണം, ഭർത്താവിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കൊടുക്കാൻ കഴിയണം. ആ ഗുണമുള്ള ആളായിരുന്നു ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് തന്നെ നബിതങ്ങൾക്ക് അവരെ മറക്കാൻ പറ്റൂല. ഒരിക്കൽ ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹോദരിയുണ്ട് ഹാല. അവർ വീട്ടിൽ വന്നു ഖദീജ ബീവി വഫാത്തായതിനു ശേഷം. അപ്പം അവരെ ശബ്ദം അടുക്കളയിൽ നിന്ന് കേട്ടപ്പോഴേക്ക് നബിതങ്ങൾ നെഞ്ചത്ത് കൈവച്ച് പറയാ, എൻ്റെ ഖദീജ. കാരണം ഈ ജ്യേഷ്ഠത്തി അഞ്ചത്തിയൊക്കെ ഒരേമാതിരി ഒച്ചയ്ക്കുമല്ലോ അല്ലേ. ഭാര്യമാരെ ഏട്ടത്തി അഞ്ചത്തിമാർക്കൊക്കെ ഒരേ ശബ്ദമായിരിക്കും. ഫോണിൽ വിളിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിയില്ല. അപ്പോൾ ഫോണൊക്കെ വിളിക്കുമ്പം പുരേന്ന് ശ്രദ്ധിച്ചെടുക്കണം. രണ്ടാളുണ്ടെങ്കിൽ ഭാര്യനോട് പറയണ്ടേ, അഞ്ചത്തിനോട് പറഞ്ഞു പോരുത്, ഒരേമാതിരി ശബ്ദം ഉണ്ടാവും. ആ ഒച്ച കേട്ടപ്പോഴേക്ക് നബിതങ്ങൾ പറയാ, എൻ്റെ ഖദീജനെ ഓർമ്മയിപ്പോയി എന്ന്. ആ ശബ്ദം കേട്ടപ്പോൾ അത്ര ഓർമ്മയാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മദീനയിൽ ചെന്ന് അവിടുത്തെ പ്രബോധന പ്രവർത്തനം തുടരുന്നതിൻ്റെ ഇടയിലാണല്ലോ ആദ്യമായ ഒരു ധർമ്മസമരത്തിന് പങ്കാളിയാകേണ്ടി വന്നു ബദറിൽ. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകള് സൈനബ് ബീവി റളിയല്ലാഹു അൻഹാ അവരുടെ ഭർത്താവായിരുന്ന അബുൽ ആസ് ബിൻ റബീഅ എന്നവരും ശത്രുപക്ഷത്തിൻ്റെ കൂടെ യുദ്ധത്തിന് വന്നിട്ടുണ്ട്. അത് അവിശ്വാസികളുമായുള്ള വിവാഹബന്ധം നിരോധിക്കുന്നതിന് മുമ്പാണ്. നേരത്തെ വിവാഹം കഴിഞ്ഞതാണ്. ആ ഘട്ടത്തിൽ അവർ നിർബന്ധിച്ചിട്ടാണ് യുദ്ധത്തിന് പോന്നത്. യുദ്ധത്തിൽ പിടികൂടപ്പെട്ട 70 പേരിൽ ഒരാൾ നബിതങ്ങളെ മരുവനാ, മകളെ ഭർത്താവാ. എല്ലാ ആളുകൾക്കും അവരെ വിട്ടയക്കാൻ വേണ്ടി ഫിദിയ പ്രഖ്യാപിച്ചു. അവരൊരു ഫണ്ട് അടക്കണം. മക്കയിൽ നിന്ന് ആളുകൾ വന്ന് ഇവരുടെ ഫണ്ടടച്ച് ഓരോരുത്തരിങ്ങനെ വിമോചിപ്പിച്ച് കൊണ്ടുപോവാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഫണ്ട് ഇങ്ങനെ നബിതങ്ങളെ കയ്യിൽ വരും. ആളെ വിമോചിപ്പിക്കും, അവർ കൊണ്ടുപോകും. ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് മുത്തുനബിൻ്റെ കയ്യിലേക്ക് അതാ ഒരു മാല വരുന്നു. സ്വഹാബത്ത് അവിടെ ഇരിപ്പുണ്ട്. നബിതങ്ങളതാ ആ മാല കയ്യിൽ കിട്ടിയപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഓർമ്മയുടെ ലോകത്തേക്ക് ഇങ്ങനെ പോകുകയാണ്. അല്പം കഴിഞ്ഞ് കണ്ണ് നിറയുന്നു, അവിടുത്തെ ചുണ്ട് വിതുമ്പുന്നു, അതൊരു കരച്ചിലായി മാറുന്നു. സ്വഹാബത്ത് ചോദിച്ചു, വമാ യുബ്കീക യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ദൂതരെ അങ്ങേ കരയിപ്പിക്കുന്നത് എന്തൊന്നാണ്, എന്തിനാണ് അവിടുന്ന് കരയുന്നത്? അവിടുന്ന് പറഞ്ഞു, ഈ മാല ഏതാണെന്നറിയോ? എൻ്റെ ഖദീജ വർഷങ്ങളോളം കഴുത്തിലിട്ട് നടന്നിരുന്ന മാലയാണിത്. മകള് സൈനബ് ബീവി റളിയല്ലാഹു അൻഹയുടെ കല്യാണത്തിൻ്റെ അന്ന് ഒന്നും കൊടുക്കാനില്ലാതെ വന്നപ്പോൾ ഈ മാല ഊരി മകൾക്ക് നൽകിയതാണ്. ആ മാലയാണ് മകൾ അവളുടെ ഭർത്താവിനെ വിമോചിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൊടുത്തയച്ചിരിക്കുന്നത്. എനിക്ക് ഖദീജയെ ഓർമ്മ വന്നുപോയി. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഫൈൻ റഅയ്തും അൻ തുതല്ലിഖൂ ലഹാ അസീറഹാ
വൻ തുറദ്ദു അലൈഹാ മാലഹാ ഫഫ്അലൂ. നിങ്ങളെല്ലാവരും സമ്മതിക്കുകയാണെങ്കിൽ ഈ മാല ഞാൻ സൈനബിന് മടക്കി കൊടുത്തോട്ടെ, അയാൾ നമുക്ക് വെറുതെ വിട്ടൂടെ എന്ന് ചോദിച്ചു. സ്വഹാബത്ത് നബി തങ്ങളെ ഇഷ്ടത്തിൻ്റെ അപ്പുറത്തൊന്നും പറയില്ലല്ലോ. അങ്ങനെ ചെയ്യാൻ നബിയെ, കാരണം നബി തങ്ങളുടെ ഓർമ്മയും സ്നേഹവും ഒക്കെ നോക്ക് നിങ്ങൾ. നമ്മളൊക്കെ ഭാര്യമാർ കൗത്തിലിട്ട മഹർമാല കണ്ട നമുക്ക് തിരിയോ? ചിലപ്പോൾ കള്ളന്മാർ കട്ട് നമ്മളെടുത്തുകൊണ്ടൊന്ന് വെക്കും, അത് എന്നാലും നമ്മളറിയില്ല. ഇത് വർഷങ്ങൾ കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർത്തു വെക്കുകയും അത് കണ്ട് കണ്ണു നിറയുകയും ചെയ്യുകയാണ്. ഈ സ്നേഹാധിക്യം കണ്ടിട്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചത്, അല്ല നബി അതൊരു കിളവത്തിയല്ലേനോ, ഒന്ന് മറന്നൂടെ? എത്ര പെണ്ണുങ്ങൾ നിങ്ങൾക്ക് യുവതികളും ചൊറുക്കുള്ളവരും ഇവിടെ എത്ര ഉണ്ട് എന്ന് വെച്ച്. കാരണം എപ്പോഴും കാന യുക്സിറു ദിക്റഹാ, ഖദീജ റളിയല്ലാഹു അൻഹവനങ്ങനെ മദ്ഹ് പറയാണ്. അപ്പോൾ ആയിഷ ബീവിക്ക് ദേഷ്യം പിടിച്ച് ചോദിച്ചു ഏതാ? അപ്പം നബി തങ്ങൾ പറഞ്ഞു, ആയിഷ, ഖദീജക്ക് പകരം ഖദീജ മാത്രം, മാ അബ്ദലനി അല്ലാഹു ഖൈറം മിൻഹാ. നിങ്ങൾ എത്ര ഭാര്യമാരുണ്ടെങ്കിലും ഖദീജക്ക് പകരം വെക്കാൻ പറ്റിയ ഒരു ഭാര്യയെ അല്ലാഹു എനിക്ക് തന്നിട്ടില്ല. അതൊരു വേറെ മുതലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഭാര്യമാരോട് കാണിച്ച സ്നേഹവും ഈ പെരുമാറ്റമൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ SYSകാരും മുസ്ലിം ജമാഅത്തുകാരൊക്കെ പോരേന്ന് പ്രകടിപ്പിക്കണം. കൽബിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്നേഹം കൊണ്ടുവരുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. അത് വാക്കിലൂടെ പറയാനും പെരുമാറ്റത്തിലൂടെ പ്രദർശിപ്പിക്കാനും കഴിഞ്ഞാൽ അവിടെയാണ് നമ്മളെ കുടുംബജീവിതം പ്രവാചകരുടെ ഇതിന് തുല്യമാകുക, മാതൃക സ്വീകരിച്ചവരാകുക. അപ്പം നമുക്കും പറയാൻ കഴിയണം, ഇന്നത്തെ കാലത്ത് ഒരളവോളം അങ്ങനെയൊക്കെ കൂട്ടിക്കൊടുക്കാം നമുക്ക്, ഞാൻ എൻ്റെ കുടുംബത്തോട് മാന്യമായി പെരുമാറുന്നവനാണ്. ഇത് നമ്മൾ അനുകരിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാതൃക അനുകരിക്കുക. മക്കളോട് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പെരുമാറ്റം. ചില ആളുകളൊക്കെ പുറത്ത് നല്ല മാന്യന്മാരായിരിക്കും, വീട്ടിൽ ഒരു കാർക്കശ്യത്തിൻ്റെ സ്വഭാവം. എന്തിനും മക്കൾക്കൊക്കെ കണ്ടാൽ പേടിയാ. വാപ്പ വരുന്നുണ്ട് കാരണം പായ കുട്ടികളൊക്കെ പുലി വരുന്നുണ്ട് എന്ന് പറഞ്ഞ മാതിരിയാണ്. ചിലർ പറയുകയും ചെയ്യും, ഞാൻ കൊലായിലാടി ഇരിക്കുകയാണെങ്കിൽ മക്കളൊന്നും ആ വൈക്ക വരൂല, ഓലൊക്കെ അടുക്കളയിൽ കൂടെ കയറി എന്തെങ്കിലും തിന്ന് അടുക്കളയിൽ കൂടെ തന്നെ പോലാണ്. കാരണം അത്രയും പേടിയായിരിക്കും ഇയാളെ. അങ്ങനെ ആയിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കളോട് ഭയങ്കര സ്നേഹമാണ്. മക്കളൊക്കെ കാര്യം പറയുമ്പോൾ നമുക്ക് നബിതങ്ങൾ തന്നെയാണ് കേട്ടോ മാതൃക. നമ്മളൊക്കെ കൂട്ടത്തിൽ ചെറിയ മക്കൾ മരിച്ചുപോയവരുണ്ടാവും. അള്ളാഹു സ്വർഗത്തിലേക്ക് കൈപിടിക്കുന്ന മക്കളായി കബൂൽ ചെയ്യുമാറാകട്ടെ. എന്നാൽ മുത്തുനബിക്ക് 7 മക്കളുണ്ടായിട്ടേ അതിൽ 6 മയ്യത്ത് കാണേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ആ വാപ്പൻ്റെ സങ്കടത്തിലായിരിക്കും. നമ്മളാരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തൊക്കെ കുട്ടികൾ മരിച്ചു പോകണം? ആരും ആഗ്രഹിക്കില്ലല്ലോ. നമ്മൾ മരിച്ചാൽ മതി മക്കൾ എന്നല്ലേ നമ്മൾ ചിന്തിക്കുക. പക്ഷെ മുത്തുനബിക്ക് അല്ലാഹു കൊടുത്ത പരീക്ഷണം നമുക്കൊക്കെ മാതൃക കൂടിയാണ്. ഏത് പരീക്ഷണം വന്നാലും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ജീവിതത്തെ നമ്മൾ ഓർക്കുകയാണെങ്കിൽ നമുക്കതൊരു പരീക്ഷണമല്ല. കാരണം അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, അശദ്ദുൽ ബലാഇ അൽ അംബിയാഉ സുമ്മൽ അംസലു ഫൽ അംസലു. ഏറ്റവും വലിയ പരീക്ഷണം അമ്പിയാക്കൾക്കാണ്, പിന്നെ അവരെപ്പോലെ ജീവിക്കുന്ന ആളുകൾക്ക്. നമുക്കൊന്നും വലിയ പരീക്ഷണമില്ലാത്തത് നമ്മളങ്ങനെ വലിയ ജീവിതം നയിക്കണമല്ലാത്തതുകൊണ്ടാണ്. താങ്ങാൻ കഴിയാത്ത പരീക്ഷണത്തെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അത് നമ്മളെപ്പോഴും ദ്വാരിക്കുകയും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്ത് തന്നെ 6 മക്കളോട് പിരിഞ്ഞു പോവുക. പിന്നെ ആണായും പെണ്ണായും ഒക്കെ ആരെന്നുള്ളത്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. വലിയ കുട്ടിയാണ്, മക്കളുണ്ട്. എന്നാലും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് വരുമ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലും. എന്നിട്ട് നെറ്റിയത്തൊരു ഉമ്മ കൊടുത്തിട്ട് ഇങ്ങോട്ട് സ്വീകരിക്കും മകളെ. ഇതാ നബിതങ്ങളുടെ രീതി. മക്കളോട് അവിടുന്ന് കാണിക്കുന്ന സ്നേഹം അങ്ങനെയാണ്. ഒരിക്കലതാ വിശന്ന് ദാരിദ്ര്യത്തിൻ്റെ വല്ലാത്ത പ്രതിസന്ധിയുള്ള ഒരു കാലമാണ്. അറബ് ലോകത്ത് ഇന്നും നമുക്ക് ചെന്നാലറിയാം, ഉച്ചയായാൽ എല്ലാവരും വാതിലടച്ചിട്ട് വിശ്രമിക്കും. കാരണം അത്ര വലിയ ചൂടാണ്. ആ ചൂടത്ത് ആരും പുറത്തിറങ്ങൂല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്തിറങ്ങി ഉച്ച നേരത്ത്.
എന്തിനാ ഇറങ്ങിയത്? വിശന്നിട്ട് അകത്തിരിക്കാൻ കഴിയണല്ലോ, എന്തേലും കിട്ടുവെക്കാൻ വേണ്ടി. അപ്പോഴാണ് ഒരാൾ വരുന്നു, സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാനവറുകളോട് മുത്തുനബി ചോദിച്ചു, എന്താ സിദ്ദീഖ് ഈ ആ സമയത്ത് പുറത്തിറങ്ങി നടക്കണ്? അവരും പറഞ്ഞു, നബിയെ പയിച്ചിട്ട് വയ്യ, പള്ളയെ കാളിയിട്ടാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ദാ മൂന്നാമൻ വരുന്നു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. മഹാനോട് ചോദിച്ചു, എന്തേ ഇപ്പോൾ പുറത്ത്? ഒന്നുമില്ല, ഇറങ്ങി വയ്ക്കതാ, പള്ളക്കുയിഞ്ഞ് ഇതന്നെ, ഭയങ്കര വിശപ്പ്. നബിതങ്ങൾ പറഞ്ഞു, വരി നമ്മൾ പോയി നോക്കുക. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീടുണ്ട് പള്ളീൻ്റെ തൊട്ടടുത്ത്. നബിതങ്ങൾ ആദ്യം 7 മാസം താമസിച്ച വീടാണ്. പിന്നെ പള്ളിയിൽ സൗകര്യം ചെയ്തതിനു ശേഷം ഇങ്ങോട്ട് പോന്നതാ. എന്നാലും ഉമ്മു അയ്യൂബ് റളിയല്ലാഹു അൻഹ അവിടെ ചെറിയൊരു ഭക്ഷണം നബിതങ്ങൾക്ക് വെക്കലുണ്ട്. നേരത്തെ താമസിച്ച വീടെന്നുള്ള നബിതങ്ങൾക്ക് ചെറിയ ഭക്ഷണം എപ്പോഴും ഉണ്ടാവും. അത് ഉണ്ടോ നോക്കാൻ വേണ്ടി പോയി നോക്കുക എന്ന് പറഞ്ഞ് ഇവരെ രണ്ടാളെയും കൂട്ടി അങ്ങോട്ട് ചെന്നതാ. അപ്പോൾ നോക്കുമ്പോൾ അവിടെ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു അവിടെ അല്ല, ഭാര്യയാണുള്ളത്. ഭാര്യ സ്വാഗതം ചെയ്തു, വലിയ സന്തോഷമുണ്ട്. ഈ ദുനിയാവിലെ ഏറ്റവും മുന്തിയ 3 അതിഥികളല്ലേ വന്നത്, സ്വാഗതം. അവരെ സ്വീകരിച്ച് അവിടെ ഇരുത്തി. മഹദി ഓടി ഭർത്താവിൻ്റെ അടുത്ത്. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു അപ്പം ഈന്തപ്പനത്തോട്ടത്തിൽ പണിയെടുക്കുകയാണ്. മഹാനോട് പറഞ്ഞു, നമുക്ക് നല്ല 3 അതിഥികൾ വന്നിട്ടുണ്ട്, വേഗം വരീന്നാണ്. ആരാ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് തങ്ങളും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുമാ. സന്തോഷം പറയാനില്ലല്ലോ. മഹാനവറുകൾ വേഗം അവിടുന്ന് കുറച്ച് റത്തുബ് പറിച്ചു, ഈത്തപ്പഴം, പിന്നെ തമ്പ്ര് പൊറുക്കി, ഈ ഉണങ്ങിയ കാരക്കെ, പിന്നെ ബുസ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ ചെനച്ച സാധനം ഉണ്ടല്ലോ, ഈ 3 ഐറ്റം. അങ്ങനെ വേഗം അതുമായിട്ട് വന്ന് വീട്ടിൽ ആരെങ്കിലുമൊക്കെ അതിഥികൾ വന്നാൽ ആദ്യം നമ്മളൊരു പ്രാഥമിക ഭക്ഷണം കൊടുക്കുമല്ലോ, അതിൻ്റെ സ്ഥാനത്ത് ഇത് 3 കൊണ്ടുപോയി വെച്ചു കൊടുത്തിട്ട് കാരണം കൈക്ക് നബിയേ എന്നാണ്. അപ്പം നബിതങ്ങൾ നമുക്ക് മാതൃകയാണല്ലോ, ഉസ്വത്തുൻ ഹസനല്ലേ നമ്മൾ പറയണത്. ഒരതിഥിയുടെ മര്യാദയിൽപ്പെട്ടതാണ് ഒന്നിലേറെ വിഭവങ്ങൾ കൊണ്ടുവെക്കുമ്പോൾ എന്തിനാ അതൊക്കെ പാടുണ്ടാക്കിയെന്നൊന്ന് ചോദിക്കുക. അപ്പം നബിതങ്ങൾ ചോദിച്ചു, എന്തിനാ അത് 3 കൂടെ, ഏതോ ഒന്ന് മതിയായിനിയല്ലോ എന്ന് പറഞ്ഞു. അപ്പം പുരക്കാരൻ പറഞ്ഞു, ഇത് 3 നിങ്ങൾ തിന്നാൻ വേണ്ടി തന്നെയാണ് ഞാൻ കൊണ്ടുവച്ചത്, അത് കൈക്ക്. പക്ഷേ ഞാൻ ഇവിടെ മതിയാക്കണില്ല കേട്ടോ, ഞാൻ ഒരാടിനെ അറുത്ത് പത്തിരി ചുട്ട് നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കാനും കൂടി ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഒരർത്ഥത്തിൽ മനസ്സിൽ ലഡു പൊട്ടിയിട്ടുണ്ടാവും, കാരണം പയിച്ചിട്ട് വന്നതല്ലേ. പക്ഷേ മര്യാദ നബിതങ്ങളിൽ നമ്മൾ പഠിക്കണമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ കറവള്ളേനൊന്നും പിടിച്ച് അറക്കരുത് കേട്ടോ പറഞ്ഞു. അങ്ങനെ ഒരു മര്യാദ ഉണ്ട്. പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ വിരുന്നുകാർ വന്നാൽ കോഴിക്കൂട്ടിക്കാണുള്ള പായ അന്നൊക്കെ. ഇപ്പോൾ കോഴിപ്പീടിയേക്ക് പായണ മാതിരി നമ്മളെ പുരയിലെ കോഴിക്കൂട്ടിക്ക് പായല. അപ്പോൾ വിരുന്നുകാർ പറയും, പിന്നെ മുട്ടടണേനൊന്നും പിടിച്ച് അറക്കലിട്ടോ അറിയില്ലേ, പണ്ടങ്ങനെയാണ്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാണ്. എന്നാ വലിയൊക്കെ അറുത്തോളി എന്നാട് പറയലല്ല, നിങ്ങൾ കറവള്ളേനൊന്നും പിടിച്ച് അറക്കല്ലേ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. അങ്ങനെ മഹാനവറുകൾ നല്ലൊരാടിനെ പിടിച്ച് അറുത്ത് പകുതി കറി വെച്ച് പകുതി ചുട്ടെടുത്തു. എന്നിട്ടതാ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും കൂട്ടുകാർക്കും പത്തിരിയോടൊപ്പം ഈ വിഭവം കൊണ്ടുവച്ചു കൊടുക്കുന്നു. സ്വഹാബത്തിനൊരു പതിവുണ്ട്, നബിതങ്ങളുള്ള സദസ്സിൽ അവിടുന്ന് കൈവച്ച് തുടങ്ങിയിട്ടല്ലാതെ മറ്റോല് തുടങ്ങൂല, അതതിൻ്റെ അദബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിലേക്ക് കൈവെക്കുന്നില്ല, അവിടുന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ്. അല്പം കഴിഞ്ഞപ്പം കണ്ണ് നിറയുകയാണ്. സ്വഹാബത്ത് ചോദിച്ചു, നബിയേ അവിടുന്ന് എന്തിനാണ് കരയുന്നത്? ഉടനെ 2 പത്തിരി എടുത്ത് അതിൻ്റെ മേലെ ഒരു കഷ്ണം ഇറച്ചി വെച്ച് അതിങ്ങനെ അങ്ങോട്ട് ചുരുട്ടി. എന്നിട്ട് അബൂ അയ്യൂബ് അൽ അൻസാരി എന്ന വീട്ടുകാരനോട് പറയുന്നു, യാ അബാ അയ്യൂബ് ബാദിർ ബിഹാദിഹിൽ ഖിതാ ഇലാ ഫാത്തിമ. ഓ അബൂ അയ്യൂബേ, താങ്കൾ വേഗം ഈ കഷ്ണം എൻ്റെ മകൾ ഫാത്തിമാക്ക് കൊണ്ടു കൊടുക്കണം. ഫഇന്നഹാ ലം തുസിബ് മിസ്ല ഹാദാ മുൻദു അയ്യാം. എത്രയോ ദിവസമായി എൻ്റെ മകൾ ഇതുപോലത്തൊരു ഭക്ഷണം കണ്ടിട്ട്. വലിയ പ്രയാസമുള്ള സമയമായിരുന്നു അന്ന്. അതുകൊണ്ട് മകളെ ഓർത്തിട്ടേ ഇത് തിന്നാൻ തോന്നണില്ല.
മകക്ക് കൊണ്ടു കൊടുത്തതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും കൂട്ടുകാരും ആ ഭക്ഷണം കഴിക്കുന്നത്. ഇതുപോലത്തെ ഒരു വാപ്പനെ നമുക്കാർക്ക് ഓർമ്മ വരേണ്ടത് അല്ലേ? ആരെങ്കിലും ആടും പോത്തുമൊക്കെ മുന്നിൽ വെച്ച് വെട്ടി മുണുങ്ങിയതിൻ്റെ ശേഷം നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. എന്നാലേ വെള്ളിയാഴ്ചയെങ്കിലും ഒരു ഇറച്ചി പുരയിലും കൊണ്ടു കൊടുക്കണം മക്കൾ ഓർത്തിട്ട്. ആട്ടുന്തല ഇങ്ങനെ കൈയിട്ട് വാരുമ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ ഒരു ആട്ടുന്തല പുരയ്ക്ക് കൊണ്ടുപോകണം. ഈ കുട്ടികളെ നമുക്ക് ഓർമ്മ വരണം. ഈ സൽക്കാരത്തിന് പോയത്തൊന്നും എടുത്തുകൊണ്ട് വരുത് കേട്ടോ. അത് അന്നത്തെ നബിതങ്ങൾക്ക് അനുവദിച്ചൊരു സംഗതിയാണ്. നമ്മൾ വേറെ വാങ്ങിയിട്ട് കുട്ടിയൊക്കെ കൊടുക്കണം. അപ്പം മക്കളെ നമുക്ക് ഓർമ്മ ഉണ്ടാവണം, അവരോട് സ്നേഹം ഉണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രീതിയിലാണ്. ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയെ കെട്ടിച്ചയച്ചതിന് ശേഷവും അവരെ കുടുംബജീവിതത്തിലെ എല്ലാ വിഷയത്തിലും വല്യുപ്പാൻ നിലക്കിടപെടും, മകളി എന്ന നിലക്കിടപെടും. എല്ലാ വിഷയത്തിലും നബിതങ്ങൾ ഉണ്ടാകും. ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയുടെ ഭർതൃഗൃഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വേറെ പ്രശ്നമൊന്നുമല്ല, ദാരിദ്ര്യത്തിൻ്റെ പ്രശ്നമാണ്. ഒരിക്കൽ വീട്ടിൽ വന്നിട്ട് സങ്കടം പറയാൻ വന്നതാ നബിതങ്ങൾ അവിടെ ഇല്ല. ഉള്ളത് അളാമ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ്. ആയിഷ ബീവിൻ്റെ മുന്നിൽ കാണിച്ചു കൊടുത്തു. കൈ ഒക്കെ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് ചോര വരുന്നുണ്ട്. എന്താ വിഷയം? വീട്ടിൽ പത്തിരി ഉണ്ടാക്കണമെങ്കിൽ, റൊട്ടി ഉണ്ടാക്കണമെങ്കിൽ കട്ടിയേറിയ കാരക്കക്കുരു, കട്ടിയേറിയ ഗോതമ്പ് മണികൾ കല്ലിൻ്റെ ഉരൽ കൊണ്ട്, കല്ലിൻ്റെ ഒലക്ക കൊണ്ട് ഉരലിലിട്ടിടിക്കണം. മെഷീനൊന്നുമില്ലല്ലോ. അങ്ങനെ കൈ പൊളിഞ്ഞതാണ്. പിന്നെ കാരക്കക്കുരു പൊടിച്ചിട്ട് കാലിത്തീറ്റ ഉണ്ടാക്കണം. ഈ പണിയൊക്കെ എടുത്തിട്ടാണ് കൈ പൊളിഞ്ഞ്. മഹദി പറഞ്ഞു, ഇത് പ്രശ്നമല്ല, ഇത് ഞാൻ സഹിച്ചോളാം. പക്ഷെ ഞാൻ അള്ളാഹിൻ്റെ റസൂലിൻ്റെ മോളല്ലേ, എൻ്റെ സങ്കടം എന്താന്ന് ചോദിച്ചാൽ വിറകും വെള്ളവും പുറത്തു പോയി കൊണ്ടുവരണം. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിപ്പോവുക എന്നുള്ളത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സംഗതിയാണ്. അതുകൊണ്ട് ഒരു വേലക്കാരിയെ സംഘടിപ്പിച്ചു തരാൻ അള്ളാഹിൻ്റെ ഹബീബിനോട് ബീവി പറയണം. ഇതാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് സങ്കടം പറഞ്ഞത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെപ്പോലെ തന്നെ ആത്മീയ ബോധമുള്ളവരായി, ഭൗതികമായ ആഡംബരങ്ങളിലും സൗകര്യങ്ങളിലും മതിമറക്കുന്നവരായി മക്കൾ വളരണമെന്ന് ആഗ്രഹിച്ചില്ല. നബിതങ്ങൾ രാത്രി വന്നപ്പോഴാണ് വിവരം കേൾക്കുന്നത്. അപ്പം തന്നെ പോവുകയാണ്. ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞാൻ സങ്കടം പറഞ്ഞു എന്നാൽ അന്ന് രാത്രി എന്നെ നബിതങ്ങൾ വന്നു. വാതിൽ ചാരിയാണ് ഉറങ്ങുക, പൂട്ടുന്നുള്ള വാതിലല്ല. ഉറങ്ങാനും മൃഗങ്ങൾക്ക് പുല്ലിട്ട് കൊടുക്കാനും ഉള്ളത് ഒരു തോല. രാത്രി അത് തട്ടിക്കുടഞ്ഞിട്ട് അതിലാണ് അലി തങ്ങളും ഫാത്തിമ ബിബി ഉറങ്ങുക. അപ്പോൾ ഉറങ്ങാൻ കിടന്നപ്പോഴാണ് നബിതങ്ങൾ വരുന്നത്. ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എഴുന്നേൽക്കണ്ടാടെ കിടന്നോളി എന്ന് പറഞ്ഞ് നബിതങ്ങൾ എന്നെ വാതിലുറന്ന് വന്ന് ഞങ്ങളെ രണ്ടാളി നടുവിലിരുന്നു. അതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. മകൻ്റെയും മരോളെ നടുവിൽ അമ്മോശനായിട്ട് ഇരിക്കുകയാണ്. ഫാത്തിമ ബീവി പറയുന്നുണ്ട്, ആ സമയത്ത് മുത്തുനബിയുടെ കാലിൻ്റെ പള്ള എൻ്റെ വയറിനിങ്ങനെ തട്ടിയ തണുപ്പ് ഇത് പറയുമ്പോൾ ഇങ്ങനെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു, ഫാത്തിമ നിൻ്റെ സങ്കടമൊക്കെ ഞാൻ കേട്ടു. എന്നാൽ അതിനേക്കാൾ, ഒരു വേലക്കാരിയെ കിട്ടുന്നതിനേക്കാൾ നിനക്ക് ഹൈറായ ചില സംഗതി ഞാൻ പറഞ്ഞു തരട്ടെയോ? എല്ലാ ദിവസവും ഇതുപോലെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഇത് മൂന്നും ചൊല്ലണം 33 വട്ടം. അല്ലാഹു അക്ബർ എന്നത് 34 വട്ടമാക്കിയാൽ ടോട്ടൽ 100 ദിക്റായി. നിങ്ങളെ എല്ലാ വിഷമങ്ങൾക്കും അത് പരിഹാരമാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വന്നതാണ്. കുടുംബത്തിലെ പ്രാരാബ്ദവും ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളുകളായിരിക്കും നമ്മളൊക്കെ. ഇത് പതിവാക്കുന്നത് ആർക്കും വിഷമല്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കി, 100 ദിക്ർ ചൊല്ലിയിട്ടാണ് നമ്മൾ അന്ന് ഉറങ്ങണതെങ്കിൽ ചുരുങ്ങിയത് ഒരു ഹസനത്തിന് 10 കിട്ടൂലേ? അപ്പം 1000 കൂലി വാങ്ങിയിട്ട് ഉറങ്ങാൻ കിടക്കണ ഒരു രീതി. നബിതങ്ങൾ ഇങ്ങനെ ആത്മീയമായിട്ടാണ് മക്കളെ വളർത്തിയത്. വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ട്, അതിനൊക്കെ പരിഹാരം അല്ലാഹ് ഉണ്ടാക്കി തരും. മറ്റൊരിക്കൽ വല്ലാത്ത വിഷമം, മഹാനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മുത്തുനബി എന്നോട് ചോദിച്ചു, ഇമ്രാനെ ഞാൻ മകളാവടട്ടം പോകാൻ നീ പോയിരുന്നോ എന്ന് ചോദിച്ചു. മഹാൻ പറയണ്ടേ, എനിക്ക് ചില സ്വാതന്ത്ര്യമൊക്കെ അങ്ങനത്തെ ഇതിനൊക്കെ നബിതങ്ങൾ തരലുണ്ട്. ഞാൻ ചെന്നു കൂടെ.
വാതിലിന് മുട്ടി നബി തങ്ങൾ ആരാന്ന് ചോദിച്ചു. നബി പറഞ്ഞു ഞാനാണ്, വാപ്പയാണ്. അപ്പോൾ ഫാത്തിമ ചോദിച്ചു കൂടാരാളുള്ളത്? ഇമ്രാൻ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാ പിന്നെ ഇങ്ങോട്ട് കയറണ്ട. എന്തേ? എനിക്ക് ശരീരം മുഴുവനും മറക്കാനുള്ള വസ്ത്രമില്ല. ദാരിദ്ര്യത്തിൻ്റെ ഊക്ക് നോക്കണേ നിങ്ങൾ. അപ്പം നബി തങ്ങൾ പറഞ്ഞു ഉള്ളത് കൊണ്ട് കഴുത്ത് മുതൽ ശരീരം മുഴുവൻ അങ്ങോട്ട് മറക്ക്, എന്നിട്ട് ആ കരിമ്പടോ എന്തുണ്ടെങ്കിൽ അതെടുത്ത് തലയിലിട്ടോ എന്നും പറഞ്ഞു. അങ്ങനെ ഫാത്തിമ ബീവി വാതിൽ ഓർന്നു കൊടുത്തു. ഇവരകത്ത് കയറി ചോദിക്കുകയാണ് കൈഫ അസ്ബഹത്തി യബ്നത്താ, മോളെ നിന്റെ വിശേഷം എന്തൊക്കെയാണ്? മകള് പറയുന്നു ലസ്തു അഖ്ദുറു അലാ ത്വആമിൻ അക്കുലുഹു ഫഖദ് അളറ ബിൽ ജൂ. ഓ നബിയേ, ഭക്ഷണമില്ല, അതുകൊണ്ട് വിശന്നിട്ട് വയ്യ. ആദ്യം തന്നെ മോള് പറയാ പൈച്ചിട്ട് നിവൃത്തിയില്ല. ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നേ ഭക്ഷണം കിട്ടുന്നില്ല എന്ന് കേട്ടാൽ നമ്മളൊക്കെ ഇപ്പം എന്താ ചെയ്യുക? അപ്പം നാ ഇറങ്ങിക്കോന്ന് പറയില്ലേ അല്ലേ? വേറെയുള്ളതൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പഞ്ചായത്ത് പറയാനുണ്ടാവും. ഇത് പട്ടിണി കിടക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാ ഒരു പുതിയാപ്പള? നമ്മളവിടുന്ന് ഇറക്കിക്കൊണ്ടുവരൂലേ മോളെ? അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞു ഫബക്കാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി അങ്ങ് കരഞ്ഞ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു ലാ തജ്സഇ യബ്നത്താ, എൻ്റെ പൊന്നുമോള് ദുഃഖിക്കണ്ട. ഫവല്ലാഹി മാ ദുഖ്തു ത്വആമൻ മുൻദു സലാസ്, മോളെ 3 ദിവസമായി നിന്റെ വാപ്പ ഒരു ഭക്ഷണം രുചിച്ച് നോക്കിയിട്ടില്ല. അറിയാലോ നിനക്ക് വഇന്നീല അക്രമു അലല്ലാഹി മിൻകി, അല്ലാഹുവിങ്കൽ നിന്നേക്കാൾ ഏറ്റവും ആദരണീയ വ്യക്തിത്വമാണ് ഞാൻ. വലൗ സഅൽതു റബ്ബി ലാ തുഅമനി, എൻ്റെ റബ്ബിനോട് എനിക്ക് ഭക്ഷണം വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടാൽ അല്ലാഹു എനിക്ക് ഭക്ഷണം തരുമെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ വലാകിൻ നാസർതുൽ ആഖിറത അലദ് ദുനിയാ, ഞാൻ ദുനിയാവിനേക്കാൾ ആഖിറത്തെ തിരഞ്ഞെടുത്തു. ഇത് അല്ലാഹ് എങ്ങനെയാണോ കൊണ്ടിട അങ്ങനെ പോയിക്കോട്ടെ. ഞാൻ ആ വിഷയത്തിൽ വല്ലാതെ വേവലാതിപ്പെട്ട് എനിക്ക് ഭക്ഷണം കിട്ടിയില്ല, മരുന്ന് കിട്ടി, ഇതൊന്നും ഞാൻ സങ്കടം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എൻ്റെ മോള് സങ്കടപ്പെടരുത്, വാപ്പനെ അനുകരിക്കണം. എന്നിട്ട് പറയുന്നു ഈ ദുനിയാവ് ഇന്നും നാളെയുമായി തട്ടിമുട്ടി അങ്ങ് പോകും മോളെ. നമ്മുടെ സന്തോഷത്തിൻ്റെ സ്ഥലം അത് സ്വർഗമാണ്. അവിടെ നിനക്കുള്ള പദവി എന്താണെന്നറിയുമോ? അബ്ശിരി ഫവല്ലാഹി ഇന്നകി ലസയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്നാഹ്, നീ നാളെ സ്വർഗലോകത്തെ വനിതകളുടെ നേതാവാണ് മോളെ. ആ പദവിയിലെത്തണമെങ്കിൽ ഈ ദുനിയാവിലെ അള്ളാഹിൻ്റെ ഇത്തരം പരീക്ഷണങ്ങൾക്കൊക്കെ ഒന്ന് വഴങ്ങണം, ക്ഷമിക്കണം, പൊറുക്കണം. അതിൻ്റെ പേരിൽ സങ്കടപ്പെടരുത്. ഫാത്തിമ ബീവി ഉണർന്നു, നല്ല സന്തോഷമായി, വലിയൊരു സന്തോഷ വാർത്തയല്ലേ കിട്ടി. പിന്നെ ഒരു സംശയം ചോദിച്ചു, അല്ല നബിയെ ഫഅൈന ആസിയത്ത് ഇംറാത്തു ഫിർഔൻ വമറിയത്ത് ബിനത്തു ഇമ്രാൻ. അവിടുന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ആസിയ ബീവി സ്വർഗീയ സ്ത്രീകളുടെ നേതാവാണ്, മറിയം ബീവി സ്വർഗീയ സ്ത്രീകളുടെ നേതാവാണ്, പിന്നെ ഞാനും കൂടെ എങ്ങനെ നേതാവാകുക? ആ ചോദ്യത്തിന് ഉത്തരമായി അവിടുന്ന് പറഞ്ഞു ആസിയത്തു സയ്യിദത്തു നിസാഇ ആലമിഹാ, ആസിയ ബീവി സ്വർഗത്തിലെ പെണ്ണുങ്ങളെ നേതാവാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവരെ കാലഘട്ടത്തിലുള്ള സ്ത്രീകളുടെ നേതാവെന്നാണ്. മറിയം ബീവി സ്വർഗത്തിലെ സ്ത്രീകളെ നേതാവാണെന്ന് പറഞ്ഞതിനർത്ഥം അവരെ കാലഘട്ടത്തിലെ സ്ത്രീകളുടെ നേതാവെന്നാണ്. നിങ്ങൾ സ്വർഗീയ സ്ത്രീകളുടെ നേതാവാണെന്ന് പറഞ്ഞത് ഈ ഉമ്മത്തിലെ സ്ത്രീകളുടെ നേതാവാണെന്നാണ്. ഫാത്തിമയ്ക്ക് നല്ല തൃപ്തിയായ മറുപടിയായി. എന്നിട്ട് മുത്തനബി പറഞ്ഞു അവിടെ ചെന്നാൽ ഈ ജാതി ചെറ്റക്കുടിലും ഈ ജാതി ഉടയാടിയും സൗകര്യമൊന്നുമല്ല. ഇന്നകുന്ന ഫീ ബുയൂത്തിൻ മിൻ ഖസബ്, നിങ്ങളാ സ്വർഗത്തിൽ താമസിക്കുന്നത് പളുങ്കിൻ്റെ ഭവനത്തിലാണ്. ലാ അദാഫിഹാ, അവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല. വലാ സ്വഹബ, അവിടെ ദാരിദ്ര്യമോ ബഹളങ്ങളോ ഇല്ല. വലാ നസ്വബ, ഒരു ബുദ്ധിമുട്ടുമില്ല. എല്ലാം സുഭിക്ഷമായി സൗകര്യത്തോടെ ആസ്വദിച്ച് ജീവിക്കുന്ന സ്വർഗം. അതിലുള്ള ഒരു പരീക്ഷ ഹാളാണ് മോളെ ഈ ദുന്യാവ്.
അതുകൊണ്ട് ഇവിടുത്തെ ചെറിയ പട്ടിണിയും പരിവട്ടും അതൊന്നും ഒരു ഇഷ്യൂ ആക്കി എടുക്കരുത്, മോള് ക്ഷമിക്കണം. എന്നിട്ട് പറയാ, ഭർത്താവിനോട് വലിയൊരു ദേഷ്യം ഉണ്ടാവുമല്ലോ, കാരണം പുതിയാപ്പള ഉണ്ടായിട്ട് പട്ടിണി നടക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റൂലല്ലോ. അപ്പം മുത്തുനബി പറഞ്ഞു കൊടുത്തെന്താ, ഇഖ്നഈ, മോളെ നീ ഉള്ളത് കൊണ്ട് ക്ഷമിച്ച് സഹിച്ചു ജീവിക്കണം. ബി ഇബ്നി അമ്മിക്, നിന്റെ ആളാപ്പയുടെ മകനും കൂടിയല്ലേ നിന്റെ ഭർത്താവ് അലി റളിയല്ലാഹു അൻഹു. ആ അലി തങ്ങളോടൊപ്പം ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെട്ട് നീ ജീവിക്കണം. ഫവല്ലാഹി ലഖദ് സവ്വജതുകി സയ്യിദൻ ഫിദ്ദുനിയാ വസയ്യിദൻ ഫിൽ ആഖിറ. മോളെ വാപ്പക്ക് തെറ്റുപറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു തോന്നൽ വരാലോ, വാപ്പ ഇത്ര ദാരിദ്ര്യമുള്ളവനോട് എന്നെ കെട്ടിച്ചോണ്ടല്ലേ ഞാൻ പട്ടിണി എടുക്കേണ്ടി വന്നു എന്നൊരു തോന്നലുണ്ടാവും. അപ്പം നബിതങ്ങൾ പറയാ, മോളെ അങ്ങനെ വിചാരിക്കണ്ട, ദുന്യാവിലും ആഖിറത്തിലും നേതാവായ വ്യക്തിയെ തന്നെയാണ് ഞാൻ തിരഞ്ഞെടുത്തത്. അപ്പം ജീവിത സൗകര്യങ്ങളോ ഇതൊന്നുമല്ല നമ്മൾ ലക്ഷ്യാക്കേണ്ടത്. ഇതൊക്കെ ഞമ്മക്കും വരാൻ പോകുന്ന കുടുംബ പ്രശ്നങ്ങളാ. കുട്ടികളെ കെട്ടിച്ചോടത്ത് ഇങ്ങനത്തെ കേസുകളൊക്കെ വരും. അപ്പോൾ അവിടെ വാളെടുത്ത് ഇറങ്ങണതിന് പകരം അവനവൻ്റെ മക്കളെ ആത്മീയ ബോധത്തോടെ ഉപദേശം കൊടുത്ത് ആ കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇടപെടൽ, ഇതായിരുന്നു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകയിൽ ഉണ്ടായിരുന്നത്. പിന്നാരെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ മകള് പ്രസവിക്കുമ്പോൾ അവിടെ ഉണ്ട്. നിങ്ങൾ ആലോചിക്കണം, എത്ര തിരക്കുള്ള നേതാവാ. നമ്മളൊക്കെ ഭാര്യ പ്രസവിക്കുമ്പം പോലും അവിടെ എത്തിയില്ല. ആ സമയത്ത് നമ്മളവിടെ കാണൂല അല്ലേ, ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളടുത്ത്. ഇത് മകള് പ്രസവിക്കുമ്പോൾ അവിടെ ഓടിയെത്തി. എന്നിട്ട് പറയുന്നു, അറൂനി ഇബ്നി, എൻ്റെ മോനെ കാണിച്ചുകൊണ്ടാ. ഇത്ര നല്ല വർത്താനാണ്. എൻ്റെ മോനെവിടെ, ഓനെ കാണിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടീനെ കാണിച്ചു. വലിയ സന്തോഷമായി. നബിതങ്ങൾ ചോദിച്ചു, മാ സമ്മയിത്തുമോ, എന്താ പങ്ങൾ ഇവന് പേരിടാൻ ഉദ്ദേശിക്കണത് എന്ന് ചോദിച്ചു. ഹസൻ റളിയല്ലാഹുവിന് ജനിച്ച സമയമാണ്. അപ്പം മഹദി പറഞ്ഞു, ഹർബ്, ഞാൻ കുറച്ച് സ്ട്രോങ് ഉള്ള പേരായിക്കോട്ടെ. അലി റളിയല്ലാഹുവിൻ്റെ മോനല്ലേ, ധീരശൂരനാണല്ലോ അലി റളിയല്ലാഹുവിനു. അപ്പം അതിന് പറ്റിയൊരു പേര് ഹർബ് എന്നായിക്കോട്ടെ. ഹർബ് പറഞ്ഞാൽ യുദ്ധം എന്നാണ് അർത്ഥം. ഹർബ് സ്ട്രോങ് പേരാ. അപ്പം നബിതങ്ങൾ പറഞ്ഞു, അത്ര സ്ട്രോങ് വേണ്ട, ഹസൻ ആക്കുക എന്നാണ്. അങ്ങനെയാണ് നബിതങ്ങൾ പേരിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ആ കുഞ്ഞിനെ വാങ്ങിയിട്ട് വലത് കാതിൽ ബാങ്ക് കൊടുക്കുന്നു, ഇടതു കാതിൽ ഇഖാമത്ത് കൊടുക്കുന്നു. ഇങ്ങനെ കുടുംബത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് അവിടെ സന്തോഷവും സമാധാനം ഉണ്ടാക്കാൻ നിറഞ്ഞു നിന്ന ഒരു വാപ്പ, ഒരു വല്യുപ്പ, ഒരു ഭർത്താവ്, ഇതൊക്കെ ആയിരുന്നു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളും അവിടുത്തെ ഉദാത്തമായ മാതൃക അനുകരിക്കണം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ. ഈ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പൊരുത്തം ആഗ്രഹിക്കുന്നവർ മുത്തുനബിയെ അനുകരിച്ച് ജീവിക്കുക. അത് എല്ലാറ്റിലും വേണം. പ്രത്യേകിച്ച് നമ്മളെ കുടുംബത്തിൽ SYSകാരൻ്റെ കുടുംബം അത് സംഘർഷഭരിതമാകരുത്. ഓൻ വലിയ SYSൻ്റെ ദീനിൻ്റെ പ്രവർത്തകനാണ്, കുടുംബത്തിൽ മോശമാണ് എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. അതിലെല്ലാം നബി തങ്ങളുടെ മാതൃക അവലംബിച്ച് നമ്മൾ നല്ലവരായി ജീവിക്കുക. അർഹമുർ റാഹിമീനായ റബ്ബേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.